പുതുയുഗ യാത്രയുമായി മുന്നേറുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേറ്റിയുള്ള ഒരു യാത്രയാണ്. അവരുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അവരുടെ ആഗ്രഹം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കണമെന്നതാണ്. അത് സാർത്ഥകമാക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് UDF വരുന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കൾ ഈ സർക്കാരിൻ്റെ ദുർഭരണത്തെക്കുറിച്ച് നിങ്ങളോട് വളരെ വിശദമായി സംസാരിച്ചു. അത് കേരളത്തിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഉണ്ടാക്കാത്ത മുറിവുകളാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. ഇതുപോലുള്ളൊരു ദുർഭരണം ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അതിൻ്റെ നട്ടെല്ല് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ നട്ടെല്ല് കേരളത്തിൻ്റെ തകർന്നു കിടക്കുക. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയും, ഇല്ലേ? ഉറപ്പായി പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന തകർച്ച നിങ്ങൾ അറിയണം. അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 12 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ബീഹാറും മധ്യപ്രദേശും ഉത്തർപ്രദേശും അല്ല. എവിടെയായിരുന്നു ഈ സർക്കാർ? ഒരു മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ആദ്യം ഒരു മുഖ്യമന്ത്രി കാണേണ്ടത് വില വിവര പട്ടികയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഓഫീസ് മുറിയിൽ വന്നാൽ ഈ പിണറായി വിജയൻ ഈ 1 കൊല്ലമായി കേരളത്തിന്റെ വില വിവര പട്ടിക കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ടോ? ഈ പാവപ്പെട്ടവനെ ഇത്രമാത്രം ദുരിതത്തിലാഴ്ത്തുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചെറുവിരലനക്കിയിട്ടുണ്ടോ? സാധാരണക്കാരനെ കുറിച്ച്, പാവപ്പെട്ടവനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് അത് ഉണ്ടാകണം. ആ മുഖ്യമന്ത്രിക്ക് അതില്ലാതെ പോയി. മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്, കോടികൾ. മരുന്ന്, ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ടോ? എവിടെ? നമ്മുടെ കാലത്ത് ദേശകുമാർ ഇവിടെ ഇരിക്കുന്നു. കാരുണ്യ ഫാർമസി എവിടെ പോയി? താഴോട്ട് പോയി. നിരവധി പരിപാടികൾ, ഹൃദയം പദ്ധതി, സുഹൃതം പദ്ധതി, മിഠായി പദ്ധതി, ആരോഗ്യ കിരണം, ആശ്വാസ കിരണം എവിടെ പോയി? ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികളെല്ലാം. മനുഷ്യ പറ്റില്ലാത്തവരാണ് കേരളം ഭരിക്കുന്നത്. പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാത്തവരാണ് കേരളം ഭരിക്കുന്നത്. മരുന്നുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ അവർക്ക്? വൈദ്യുതി ബോർഡ് നമ്മൾ ലാഭത്തിലാക്കിയതാണ്. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയോ? 50,000 കോടി രൂപയുടെ നഷ്ടമാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, സർചാർജ് കൂട്ടി. ഇനിയും കൂട്ടാൻ എഴുതി കൊടുത്തിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. തകർത്തുക. വാട്ടർ അതോറിറ്റി കടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഒരു പദ്ധതിയും നടപ്പാകുന്നില്ല. നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തകർന്നു. 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപ. എന്നിട്ട് പറയാണ് അസാമാന്യ തൊലിക്കെട്ടിയാണ്. സാമ്പത്തിക നില ഭദ്രം. കഴിഞ്ഞ 5 മാസമായി 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും മാറില്ല. എന്ന് വെച്ചാൽ 5 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് മാറുമെന്നല്ല, അത് മേടിച്ചു വെക്കും, കൊടുക്കൂല. പൂച്ച പെറ്റ് കിടക്കുകയാണ് കേരളത്തിന്റെ ഖജനാവിൽ. നമുക്കിനി നമ്മുടെ വെല്ലുവിളി, നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് UDF. UDFന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള വാക്ക്, ഇവര് തകർത്തു തരിപ്പണമാക്കിയ കേരളത്തെ
വ്യവസ്ഥയെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രണ മികവുള്ള നികുതി ഭരണം കൊണ്ട്, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യമുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പൂച്ച പറ്റി കിടക്കുന്ന ഈ ഖജനാവിൽ വരുമാനം കൊണ്ട്, പണം കൊണ്ട് നമ്മൾ നിറയ്ക്കും ഖജനാവ്. അതാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. അത് ചെയ്താൽ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിനെ മാറ്റുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട.